ഹംഗ്രി ബിനാളില് ഞാനുണ്ട് അണ്ണനുണ്ടോ അവൻ ഇതിന് ഫുഡ് വാങ്ങി കൊടുത്തിട്ടില്ല. ഇല്ല, അപ്പൊ എനിക്ക് ഫുഡ് മേടിച്ചാൽ വന്നതാണ്. അവന് ഇതിന് ഫുഡ് കൊടുത്തില്ല. ഹലോ, എടാ വീഡിയോ അപ്ലോഡ് ആക്കി ബിരിയാണി മാത്രം പുറത്ത് 210 ഇവിടെ ബിരിയാണിയുടെ കൂടെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്. വാട്ടർമെലൺ മാത്രം 8 രൂപയ്ക്ക് വേണം. ഒരു കോംബോ ആണ്. ചിക്കലുണ്ട്, ഇത് അഫോർഡബിൾ ആണ്. ബിരിയാണി മാത്രം 210 ആണ്. സെപ്പറേറ്റ് ആണെങ്കിൽ അതിന് മാത്രം ഒരു 80. എല്ലാം കൂട്ടി 300 രൂപ വരേണ്ടതാണ്. 190 ഇത് അഫോർഡബിൾ ആണ്. അതെന്താ നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടില്ല, സിംഗിൾ പീസ് ചിക്കൻ്റെ ഇവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് പറ്റും. ആർക്കായാലും മിസ്റ്റേക്ക് പറ്റും. അതായത് സാധാരണ ഒരു ബിരിയാണിയിൽ 2 പീസ് ചിക്കൻ ഉണ്ടാവും, ബാഗുണ്ടെങ്കിൽ 3 കിട്ടാറുണ്ട്. ഇതിന് ചിലപ്പോൾ ഒരു പീസ് ചിക്കനാണ് നമ്മുടെ ബില്ലിൽ എഴുതി തന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവർ പറയുന്ന ഒരു നെഗറ്റീവ്. തെറ്റുപറ്റിപ്പോയി. ഇവിടെ ഭയങ്കര റേറ്റ് ആണ്. ആക്ച്വലി അത് സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് അല്ല. 200 രൂപ വെച്ച് നോക്കുമ്പോൾ ഒരു സിംഗിൾ ബിരിയാണിക്ക് ഭയങ്കര കൂടുതലാണ്. ഷാർജയ്ക്ക് കൂടെ ഉണ്ട്, എന്നാലും കുറച്ചൊക്കെ എന്തായാലും കോംബോ എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാണ്. ഇതൊക്കെ തന്നെ വില കൂടുതലാണ്. റേറ്റ് കൂടുതലാന്നുള്ള പറഞ്ഞത്. കൂടുതലാന്ന് പറയണത് ഏതില്ല റേറ്റ് കൂടുതലാണ്? ഇവിടെ കോമ്പോ ഒരു പീസ് ചിക്കനുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ അവസാനമായിട്ട് അതൊരു പൈസ വരുന്നുണ്ട്. ലാഭം ബിരിയാണി കുഴപ്പമില്ല. അതുപോലെ റൈറ്റ് നല്ലതാണ്. കൂടെ കുമ്പട്ടി ജ്യൂസ് അത് നല്ലതാണ്. പക്ഷെ പറയാൻ പറ്റില്ല, റൈറ്റ് ഇപ്പോൾ എന്താ പറയുക, ഇവിടെ കമ്പനി ക്ലീനാണ്. നമ്മുടെ AC കഴിക്കാം. എനിക്ക് നെഗറ്റീവ് തോന്നിയില്ല. ഇപ്പോൾ റേറ്റിൻ്റെ കേസ് എനിക്കറിയില്ല, കാരണം ഇവിടെ കംഫർട്ടാണ്. ഓക്കെ, ഉണ്ട് എന്താണെന്ന് നമുക്കറിയില്ല. പുള്ളിനെ വളർത്തുന്നതാണോ എന്താണെന്ന് നമുക്കറിയില്ല. ഹംഗ്രി മൃണാൾ നമ്മൾ ഫുഡ് കഴിച്ചു. ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളും കുഴപ്പമില്ല ഉണ്ടായില്ല. ആ റേറ്റിന് ഈ പറഞ്ഞ പോലെ ഈ ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈച്ച ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി എനിക്ക് കൂടുതലും പറയാനൊന്നുമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഫുഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. റേറ്റ് എന്തോ വ്യത്യാസം ഉണ്ടോ അല്ലോ എന്ന് എനിക്കറിയില്ല. നല്ലൊരു ആംബിയൻസിൽ നമുക്ക് നന്നായിട്ട് സ്റ്റാൻഡേർഡായിട്ട് വന്നിരുന്നു കഴിക്കാം. എനിക്ക് വേറെ ഒരു നെഗറ്റീവ് ഒന്നും തോന്നിയില്ല. പിന്നെ ഓരോരുത്തരുടെ റേറ്റഡിലും കാര്യങ്ങളും അവരുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടി കഴിക്കാം, ഇഷ്ടമില്ല കഴിക്കാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാണ്. എനിക്കതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. എഗ്ഗ് കിട്ടിയില്ല. എഗ്ഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് എന്താണെന്ന് പിന്നെ നമുക്ക് സ്റ്റാഫുകളാണ്, നമുക്ക് അവരെ അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നിയില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വിവാദങ്ങൾ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ വിവാദങ്ങളും മൃണാൾ ഉണ്ടാക്കുന്നതാണോ ഒന്നും നമുക്കറിയില്ല. ഓക്കെ.